ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്പൈസി ആയിട്ടുള്ള ഒരു പെപ്പർ ചിക്കൻ റെസിപ്പിയുമായിട്ടാണ്. ഈസി ആയിട്ടും സ്പൈസി ആയിട്ടുമുള്ള ഒരു പെപ്പർ ചിക്കൻ റെസിപ്പിയാണിത്. ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്ത് അല്പം വെള്ളം ഒഴിച്ചതിന് ശേഷം സോസ് പാനാണ്, അതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് നമുക്ക് എരിവിനാവശ്യമായ കുരുമുളക് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇനി നമുക്ക് നന്നായി വേഗണം. ആ കുരുമുളകിൻ്റെ കളറെല്ലാം ഇതിനകത്ത് ഇറങ്ങി വരണം. വേകുമ്പോൾ ഇത് സോഫ്റ്റായി കിട്ടുകയും ചെയ്യും, നമുക്ക് പെട്ടെന്ന് അരഞ്ഞ് കിട്ടുകയും ചെയ്യും. ഞാൻ ഇനി അത് ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഈ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം അരയ്ക്കാൻ ആവശ്യത്തിന് ഇതിൻ്റെ വെള്ളം തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. പെരിഞ്ജീരകം ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഇത് ഞാൻ നന്നായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പേസ്റ്റായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഈ പെപ്പർ ചിക്കനുള്ള പ്രധാന മസാല. ഇനി നമുക്ക് സാധാരണ പോലെ കുറച്ച് ഓനിയൻ ആവശ്യമുണ്ട്. എരിവിനാവശ്യം നമ്മൾ പച്ചമുളകാണ് ചേർക്കുന്നത്. പിന്നെ കുരുമുളകും ചേർക്കുന്നുണ്ട്. പിന്നെ തക്കാളി, പുളിക്ക് ആവശ്യമായി തക്കാളി ഞാനൊരു മുഴുത്ത തക്കാളി ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് വെളിച്ചെണ്ണയോ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് അല്പം ഉലുവ ഇട്ടതിന് ശേഷം ഞാൻ ഈ സവാളയെല്ലാം തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സവാളയെല്ലാം തന്നെ അല്പം ഉപ്പും കൂടി ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിനകത്തേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരുമിച്ച് എടുത്ത് അരച്ച പേസ്റ്റാണിത്. വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇനി ഇതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് ഇതൊന്ന് നന്നായി തന്നെ വീണ്ടും വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതും ഒന്ന് വഴന്നതിന് ശേഷമാണ് നമ്മളിനി ഇതിനകത്തേക്ക് പൊടികൾ ചേർക്കുന്നത്. അതിനായി ഞാൻ മല്ലിപ്പൊടിയാണ് നമ്മുടെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു മസാല പൗഡർ. ഞാൻ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് ഇതൊന്ന് വഴറ്റുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണം. കറിക്ക് ആവശ്യമായ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ അരച്ച് വെച്ച പേസ്റ്റും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഇത് നന്നായി തന്നെ വഴറ്റിയെടുക്കണം. ഇനി ഇത് നന്നായി വഴറ്റിയതിന് ശേഷം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് നന്നായി ചേഞ്ചായി ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരുന്ന സമയത്ത് നമ്മൾ ഇതിനകത്തേക്ക് പീസാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് പാനിലിട്ട് ഇതെല്ലാം കൂടി നന്നായി മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. അല്പം ഗരം മസാല പൗഡറും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളം തന്നെയാണ്, ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ച് ഇടയ്ക്ക് ഇളക്കി എടുക്കുന്നതാണ്. ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. കറിയുടെ ചാറൊക്കെ ഒന്ന് കുറുകി വരികയും ചെയ്യും. നമ്മുടെ പെപ്പർ ചിക്കൻ നല്ല ടേസ്റ്റിയായി സ്പൈസിയായി നമുക്ക് കിട്ടുകയും ചെയ്യും. എത്രത്തോളം നമുക്ക് ഗ്രേവി ആവശ്യമുണ്ടോ, ഗ്രേവി ആവശ്യമുള്ളവർക്ക് അല്പം ഗ്രേവിയോട് കൂടി എടുക്കാം. ഇനി അഥവാ നമുക്ക് ഡ്രൈ റോസ്റ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈ റോസ്റ്റ് ആക്കി എടുക്കാം. ഇഷ്ടമുള്ള പോലെ ഈ ടേസ്റ്റിയായ പെപ്പർ ചിക്കൻ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഈ ചാനലൊന്ന് സബ് ചെയ്യാൻ മറക്കല്ലേ.